ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും എനിക്കൊരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അതിലോട്ട് കയറുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഐ ഗസ് അത് ഏത് മീഡിയ അത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. വീട്ടിൽ ഞങ്ങൾക്ക് ഡെയിലി ഒരു ദിവസം ചില്ലി ചിക്കൻ ആണെങ്കിൽ ഒരു ദിവസം ബട്ടർ ചിക്കൻ, ഒരു ദിവസം ജിഞ്ചർ ചിക്കൻ, ഒരു ദിവസം ചിക്കൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. ഇന്നലെ ഒരു ഇന്നോഗ്രേഷനെ പോയപ്പോൾ പോലും അവിടുന്ന് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഫസ്റ്റ് വന്ന് പട്ടുസാരി, താമര പട്ടുസാരി കല്യാണ പെണ്ണ്. ധ്യാനുള്ളത് കൊണ്ട് തഗ് വന്നതല്ല, തഗ്ഗിലേക്ക് ധ്യാൻ വന്നതാണ്. സിനിമ നമ്മൾ ഈ നിൽക്കുന്ന ഫീൽഡ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈഫ് ലോങ് ഉള്ള ഫീൽഡ് അല്ല എന്ന് എനിക്ക് തന്നെ. ഇത് ഗ്ലാമറസ് ഇൻഡസ്ട്രി, ഒന്നെങ്കിൽ ഗ്ലാമർ പോകുന്നവരെ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചൂടുവെള്ളം നമ്മുടെ മുഖത്തോട്ട് വീണ് കഴിഞ്ഞാൽ തീരാവുന്നത്. ആദ്യം വലിയ പ്രശ്നമായിരുന്നു, ഇപ്പം അത് ശീലമായി തുടങ്ങി. അപ്പം ഞാൻ പിന്നെ അധികം കണ്ട് അങ്ങനെ വിടാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് എത്തുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ ഞാൻ വെറുതെ അവർക്ക്. കൗമുദി മൂവീസിൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഗസ്റ്റ് ഒരു മിടുക്കിയാണ്. ഓൾറെഡി 7-8 മേഖലയിൽ ആളുടെ കഴിവ് തെളിയിച്ച ഒരു മോഡലായി വന്ന് ഒരുപാട് സിനിമയിലും സീരിയൽസിലും ആക്ട്രസ് ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ഓൾറെഡി മലയാളികളുടെ മനം കവർന്ന ബ്യൂട്ടിഫുൾ ആൻഡ് ബോൾഡ് സാധിക വേണുഗോപാലാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ചേച്ചി, വെൽക്കം ടു ദി ഷോ. ഇഷ്ടമായ ഇൻട്രോ? എല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചു. ശരി, ചേച്ചീൻ്റെ പേര് രാധിക എന്നായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ കാണുന്ന കുറേ പുതിയ ജനറേഷനിലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ രാധിക സാധിക എന്നുള്ള കഥ പറഞ്ഞുതരുമോ? രാധിക ആക്ച്വലി ഞാൻ ഫസ്റ്റ് സിനിമ തന്നെയാണ്, മോഡലിംഗ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമ ഫസ്റ്റ് എൻ്റെ സിനിമ ഓർമ്മക്കൂട്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞ സമയത്ത് തമിഴും പാരലലി നമ്മുടെ അപ്പത്തെ ഒരു സമയത്ത്, കാരണം ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, നമ്മൾ തന്നെ എല്ലാവരും പോയി അപ്രോച്ച് ചെയ്യുക, ഓഡിഷൻ കൊടുക്കുക, അങ്ങനത്തെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ തമിഴ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ പോയപ്പോൾ അവരവിടുന്ന് പറഞ്ഞു എൻ്റെ ഫേസ് ശരത് കുമാർ സാറിൻ്റെ വൈഫിൻ്റെ ഫേസ് രാധിക മാം, പഴയ രാധിക മാം, ആളുടെ ഫേസുമായിട്ട് നല്ല സിമിലർ ആണ്. സോ പ്രത്യേകിച്ച് നാടൻ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അപ്പോൾ പേരിനൊരു ചേഞ്ച് വേണമെന്ന് പറഞ്ഞു. അതേ സമയത്താണ് ഞാനിവിടെ മണിച്ചേട്ടൻ്റെ നായികയായിട്ട് MLA മണി 10ാം ക്ലാസ്സും ഗുസ്തി. അപ്പോൾ ശ്രീതേടൻ പറഞ്ഞു ഓൾറെഡി നമുക്കിവിടെ നായികയുണ്ട് രാധിക എന്നുള്ള പേര്, നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇറങ്ങി രാധിക ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ രണ്ടുപേർക്ക് ഈ രാധികനെ വേണ്ട, അപ്പോൾ അതുകൊണ്ട് പേര് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ അച്ഛനാണ് എനിക്ക് സാധിക എന്നുള്ളത്. കാരണം 2-3 പേരുകൾ തന്നു, അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധികയാണ്. കാരണം രാധിക സാധിക വലിയ വ്യത്യാസമില്ലല്ലോ. പിന്നെ ഞാൻ പൊതുവെ ദേവി ആരാധിക്കുന്ന കൂടില്ല. അപ്പം സരസ്വതി ദേവിയുടെ, പാർവതി ദേവിയുടെ പേരാണ് സാധിക എന്ന് പറയുന്നത്, മൂകാംബിക ദേവിയുടെ പേരാണ്. അപ്പം അതും കൂടി ആയപ്പം എനിക്കും മൂകാംബികയായിട്ട് കണക്ഷൻ, എന്നെ എഴുത്തിലെത്തിച്ചൊക്കെ മൂകാംബിക എന്നാണ്. അപ്പം മൊത്തത്തിൽ എനിക്ക് ആ പേരങ്ങ് ഇഷ്ടപ്പെട്ടു, ബോധിച്ചു, ഞാൻ എടുത്തു. ഓക്കെ, അങ്ങനെ ഇപ്പോൾ സാധിക ലേറ്റസ്റ്റ് ആയിട്ട് എത്തി നിൽക്കുന്നത് തഗ്ഗിലാണ്. എന്താണ് തഗ്ഗിന്റെ വിശേഷം? സംഭവം ഞാൻ ട്രെയിലറും പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ ഒരു സീരിയസ് ത്രില്ലർ ആണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഏറ്റവും ഞെട്ടിച്ചത് 10 ദിവസത്തിലെ ഷൂട്ടെന്ന് ഞാൻ കേട്ടു. എന്റെ ദൈവം, അതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം മൊത്തത്തില്? തഗ് എന്ന് പറഞ്ഞാൽ തഗ്ഗെന്ന് മാത്രമല്ല, തഗ്ഗിലിപ്പോൾ നമ്മൾ പല ആൾക്കാരും ചോദിക്കുന്ന കാര്യം ധ്യാനിയും തഗ്ഗിന്റെ പേരും എല്ലാം കേട്ടപ്പം ആ തഗ്ഗാണോ? ആ തഗ്ഗല്ല ആക്ച്വലി, ഇത് കംപ്ലീറ്റ് ഒരു സീരിയസ് ക്രൈമാണ്, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് പേര് കണ്ടാലും പറയാം തഗ് CR 14324, ഒരു ബാർ 24 താഴെ കിടപ്പുണ്ട്, ഒരു വട്ടമൊക്കെ ഇട്ട് വെച്ചിട്ട്. അതാണ് ശരിക്കും ക്രൈം, ഒരു ക്രൈം ഫയലാണ്. ആ ക്രൈമിന്റെ ഒരു നമ്പറാണ്. ആ നമ്പറിൽ നടക്കുന്ന ഒരു ക്രൈം, ആ ക്രൈം എങ്ങനെ നടക്കുന്നു, എങ്ങനെ അത് സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാർ, 2 ജനറേഷൻ. അതുകൊണ്ട് പോസ്റ്റർ കാണുമ്പോൾ കൺഫ്യൂഷൻ, കുറെ പുതിയത് പഴയതായിട്ട്. അതെ, അപ്പൊ സിദ്ദിഖേട്ടനുണ്ട്, സായി ചേട്ടനുണ്ട്, ബിന്ദു ചേച്ചിയുണ്ട്, പിന്നെ ധ്യാനുണ്ട്, വിനയ ചേച്ചിയുണ്ട്. അങ്ങനെ ആ ഒരു കാറ്റഗറി നോക്കാൻ അങ്ങനെ ആൾക്കാരുണ്ട്. പിന്നെ പുതിലോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലെയർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഏഞ്ചൽ ഉണ്ട്, ഏഞ്ചൽ തോമസ്, ശിശിര, ശ്രുതി, അങ്ങനെ ആ ഒരു കൈൻഡ് ഓഫ് വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം ഇവരുടെ ഒരു എല്ലാവരും കൂടെ നിറഞ്ഞു നിൽക്കുന്നത് ക്രൈം എന്ന് പറയുമ്പോൾ അറിയാലോ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കേസിലേക്ക് ഒരുപാട് ആൾക്കാർ പല സമയങ്ങളിലായിട്ട് വന്നു പോകുന്ന, പല ഇൻസിഡൻസിൽ വരുന്ന ആളുകളുണ്ടാവും. അപ്പം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഡെഫിനറ്റ്ലി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ എല്ലാം എവിടെയെങ്കിലും കണ്ടിട്ടുള്ള അറിയുന്ന ഫേസുകളായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. കാരണം നമ്മൾ ഇപ്പോഴത്തെ സിനിമകൾക്കൊക്കെ അറിയാം, നമ്മൾ പുതിയ ആൾക്കാർ, ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ വന്നു പോകുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ വളരെ ലിമിറ്റഡ്, ഇപ്പോൾ പറഞ്ഞ പോലെ 10 ദിവസം ഷൂട്ട് ചെയ്യുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള, കുറച്ചെങ്കിലും നമുക്ക് പറയുന്ന കാര്യങ്ങൾ. അതായത് ബാലുവാണ് ഇതിന്റെ ഡയറക്ഷൻ, ബാലുവിന്റെ ഫസ്റ്റ് ഫിലിമാണ്. ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് വെബ് സീരീസും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലു ഒരു ആക്ടിങ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബാലു എന്ന് പറയുന്നത്. അപ്പോൾ ബാലുവിൻ്റെ
എങ്ങനെയെങ്കിലും എൻ്റെ ആക്ടിങ് കാലിബർ കാണിക്കണം എന്നുള്ള ബാലു അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പം ബാലു തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ബാലുവിൻ്റെ തന്നെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഒരു 10 ദിവസത്തിനുള്ളിൽ തീർക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളെയും ഇത്രയും ഇത് വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ബാലു പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേട്ട് അത് കൺവേ ചെയ്യുന്ന കൈൻഡ് ഓഫ് തിരിച്ച് റെസ്പോൺസ് കിട്ടുന്ന ആർട്ടിസ്റ്റുകൾ വേണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഫേസുകൾ കറക്റ്റ് ആയിട്ട് ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ട് പിക്ക് ചെയ്ത് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത് CI പരലോകം എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് ടച്ചുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആളാണ് ദേവാണ് അത് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ദേവിന്റെ വൈഫായിട്ട് CI പരലോകത്തിന്റെ വൈഫായിട്ട് പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ആളാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകുന്നത്, ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അപ്പം ആളുടെ വൈഫായിട്ട് ആളൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറായിട്ടാണ് കാണിക്കുന്നത്. എല്ലാ കേസുകളും വളരെ ടെക്നിക്കലി അന്വേഷിച്ച് വളരെ പെക്യുലറായിട്ട് ഓരോ കാര്യങ്ങളും നോക്കി കണ്ടിട്ട് അതെങ്ങനെ അത് ശരിക്കുള്ള ക്രൈം ആണോ അല്ലേ എന്നൊക്കെ അന്വേഷിക്കുന്ന അത്രയും വിജിലൻ്റായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആളുടെ വേറെ പ്രത്യേകിച്ച് ആൾ പോലീസ് ആണെന്നുള്ളത് കൂടെ തന്നെ ആളുടെ ഫാമിലി വളരെ നൈസായിട്ട് കൂടെ കൊണ്ടുപോകുന്ന, ഫാമിലി ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു എടാപോടാ ബന്ധമൊന്നും അല്ലേ ഭാര്യ ഭർത്താവിൽ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെന്റ് ഞങ്ങളുടെ ഇടയിൽ, എൻ്റെയും ദേവിൻ്റെ ഇടയിൽ ഉണ്ട്, പ്രിയയുടെയും CI പരലോകത്തിൻ്റെയും ഇടയിൽ ഉണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന. അതും ഇതൊക്കെ വളരെ 1-2 സീനേ ഉള്ളൂ. ഈ സീനിൽ അത് കൺവേ ആവുന്നുണ്ട് ആൾക്കാരിലേക്ക്, ഇവർ തമ്മിൽ ഈ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്നും ഇവരെല്ലാം സംസാരിക്കുന്നുണ്ടെന്നും നമ്മളൊന്നും കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്ന സീനുകൾ വെച്ചിട്ട് ആ കാര്യങ്ങൾ കൺവേ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ക്രൂക്കറ്റ് പാർട്ടിൽ ഞാൻ കൊടുക്കുകയല്ല ആക്ച്വലി, എന്നിൽ നിന്ന് കിട്ടുന്ന ഒരു ടേണിംഗ് പോയിന്റ്, ഒരു കാര്യം അതിനൊരു ടേണിംഗ് പോയിന്റ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മാറുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ദൈവമായിട്ടല്ലാതെ വേറെ ഒരാളുമായിട്ടും ആക്ച്വലി സിനിമയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ഡയറക്റ്റ് കോമ്പിനേഷൻ പലരുമായിട്ടും ഇല്ല. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ ക്യാരക്ടർ പോലീസിന്റെ വൈഫ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആ കേസുമായിട്ട് എല്ലാത്തിലും ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും നമുക്കത് അറിയുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ചർച്ചകളിലും എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഈ കാര്യം വരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ആ സിനിമയിൽ ത്രൂ ഔട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ബാക്കി ആൾക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിലും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും ഇതിൽ ഇന്റർലിങ്ക്ഡ് ആണ്, കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് എല്ലാ ക്യാരക്ടേഴ്സും വരുന്നത്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മിനിമം ഈ പറഞ്ഞ 1-2 ദിവസം ഷൂട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം 10 days നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ അക്കോമഡേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും വലിയ ലെങ്തി സീൻസും ഒരുപാട് കൊടുത്തിട്ട് നമുക്ക് അത്രയും വലിയൊരു ബഡ്ജറ്റ് അല്ല, വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ വെച്ചിട്ട് ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് നല്ലൊരു പ്രൊജക്റ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ചെയ്ത് തീർത്തു. ആൻഡ് ഇപ്പം ജൂൺ 6 ആളുകളിലേക്ക് എത്തിക്കുന്നു. അതാണ് വലിയൊരു കാര്യം. അതേപോലെ തഗ്ഗിനൊരു സൗത്ത് ഇന്ത്യൻ ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു? അതല്ല, തഗ് ലൈഫ് അല്ല, തലൈവ ഉണ്ടല്ലോ, നമ്മുടെ ധ്യാൻചന്ദ് തലൈവനെ ഒരുമിച്ച് ഇപ്പൊ കമ്പയർ ചെയ്യുന്നുണ്ട്. June 6 അവിടെ തമിഴ്നാട്ടിലെ തഗ്ഗിന്റെ ഒരു മൂവി ഉണ്ട്, ഇപ്പഴത്തെ ധ്യാൻചേട്ടനും June 5 തിയേറ്ററിൽ. ഞാൻ കണ്ടു പല പോസ്റ്റേഴ്സ് ഞാൻ കണ്ടു. അതായത് കമൽ സാറിന്റെ ഒരു ഇത് വെച്ചിട്ട് മറ്റേ രജനി സാർ വന്നിട്ട് അങ്ങ് പാട ഇതെല്ലാം പറഞ്ഞ് ഞാൻ കണ്ടു. ഒരുപാട് അങ്ങനത്തെ ട്രോൾസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ നമ്മുടെ മൂവിനെ പ്രൊമോട്ട് ചെയ്യാൻ? മേ ബി ചെയ്യുമായിരിക്കും. കാരണം ആളുകളിലേക്ക് തഗ് എന്നുള്ള പേരും ധ്യാന്റെ പിക്കും വന്നപ്പോ തന്നെ അതൊന്ന് എലിവേറ്റ് ചെയ്തു. ഡെഫിനറ്റ്ലി. കാരണം ധ്യാനുള്ളത് കൊണ്ട് തഗ് വന്നതല്ല, തഗ്ഗിലേക്ക് ധ്യാൻ വന്നതാണ്. അപ്പൊ അതും തഗ് ആയതുകൊണ്ട് ധ്യാനെ വിളിച്ചതുമല്ല. കാരണം നമ്മളൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മളൊരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ വെച്ച് സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. ഏത് ആളെയാണ് അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ ആള് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ആളായിരിക്കണം, എന്നാൽ ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫേസ് ആയിരിക്കണം, അത് ആൾക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ ഒരു സ്ഥലത്ത് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കാസ്റ്റ് ചെയ്ത് വന്നപ്പം ധ്യാനാണ് അതിലേക്ക് വന്നിട്ടുള്ളൊരു വ്യക്തി. ഞാൻ ആക്ടിംഗ് വൈസ് ആണെങ്കിലും നല്ല കാലിബർ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എല്ലാം കൂടെ അങ്ങനെ തകിലേക്ക് ധ്യാൻ എത്തി. എനിക്ക് തോന്നുന്നു ധ്യാൻ ചേട്ടനാണ് അഭിനയിക്കുന്ന നമ്മളൊരു കോമഡി ഒക്കെ എക്സ്പെക്ട് ചെയ്യും. ബട്ട് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എടുക്കുന്നത്. ഞാൻ വളരെ ലിമിറ്റഡ് സിനിമകൾ മാത്രമേ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ ധ്യാൻ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം ധ്യാനേതായ ഒരു മുഖമുദ്ര പതിപ്പിച്ച് ധ്യാനേതായ ശൈലിയിൽ ധ്യാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ധ്യാൻ എന്ന് പറയുന്ന ധ്യാന്റെ ഒരു ആക്ടിങ് കാലിബർ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് തിരയൊക്കെ സംഭവിച്ചത്. അപ്പം എനിക്ക് തിരയ്ക്ക് ശേഷം ഇപ്പം
വേറെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടറാണ് ഞാൻ ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. ശരി, ഓക്കെ. ചേച്ചിയുടെ ഡെബ്യൂ മൂവിയൊക്കെ ചേച്ചിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ അത്രയും ട്രാവൽ ചെയ്തിട്ടാണ് ഇപ്പോൾ തകിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജേർണി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾമോസ്റ്റ് 15 വർഷത്തേക്ക് 2010 ഓർക്കൂട്ട് ഓർമ്മക്കൂട്ട് ഇറങ്ങുന്നത്. അതിൽ സിദ്ദിഖേട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഫിലിം ചെയ്യുന്നത്. വൈഫായിട്ടാണ് ഫസ്റ്റ് ഫിലിം ചെയ്യുന്നത്. അതിലെ ക്യാരക്ടർ എന്ന് വെച്ചാൽ സിദ്ദിഖേട്ടൻ ഒരു ആക്ടറായിട്ട് തന്നെയാണ് ആ സിനിമയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. അതിൽ പുള്ളിക്കാരന്റെ ഒറിജിനൽ ഇതില്, അതായത് ലൈഫിലെ വൈഫായിട്ട്, സിനിമയിലെ വൈഫായിട്ട് സരയു അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ ഇതിലെ ആക്ച്വൽ ഇതിലുള്ള ഒരു ഇതായിട്ട് വൈഫായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് സിദ്ദിഖേട്ടൻ ഈ പറഞ്ഞ പോലെ ഞാനും പുതുമുഖമാണ്, എനിക്കറിയില്ല എങ്ങനെ ആക്ട് ചെയ്യണം. പറഞ്ഞ സിദ്ദിഖേട്ടൻ അന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു, എന്റെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും ഏജ് കുറഞ്ഞ ആർട്ടിസ്റ്റ് അല്ല, ഞാൻ ഇതിനെ കണ്ടിട്ടില്ല. അല്ലാതെ ഞാൻ എന്റെ ഒരു ഫിലിമിന്റെ ഭാഗമായിട്ട് ഞാൻ സിദ്ദിഖേട്ടനായിട്ട് കോൺടാക്റ്റിലുള്ള വ്യക്തിയാണ്. ഞാൻ ഫാമിലി വൈസ് ഞങ്ങൾ ഫാമിലി ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പം കോൺടാക്റ്റിലാണ്. ഞാൻ അതിനു വേണ്ടി സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ഇതിലിപ്പോ ഞാൻ ഉണ്ടെന്നുള്ള പോസ്റ്റ് കാണുമ്പോൾ സിദ്ദിഖേട്ടൻ എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ പലരും അറിയുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങനെ എന്നെ ക്യാരക്ടർ ആരെ ചെയ്യുന്ന ചോദിക്കുമ്പോൾ അങ്ങനെ അറിയാന്നല്ലാതെ ഡയറക്റ്റ് കോമ്പിനേഷനോ സെറ്റിൽ കാണുക ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ലാസ്റ്റ് ഞാൻ ആക്ച്വലി അതിനുശേഷം 4 എന്ന് പറഞ്ഞ മൂവിയാണ് ഞാൻ സിദ്ദിഖേട്ടന്റെ വൈഫായിട്ട് വീണ്ടും ചെയ്യുന്നത്. ഞാൻ സിദ്ദിഖേട്ടനോട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടും സിനിമയിൽ ഞാൻ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും സിദ്ദിഖേട്ടനും വേറൊരു ക്യാരക്ടറായിട്ട് എപ്പോഴും എനിക്കൊന്ന് മോൺസ്റ്ററിലാണെങ്കിലും മാറാട്ടിലാണെങ്കിലും എല്ലാ സിനിമകളിലും സിദ്ദിഖേട്ടൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചേച്ചിനെ കൂടുതൽ ആൾക്കാർ ഉള്ളിലേക്ക് എടുത്തത് പട്ടുസാരി എന്നുള്ള സീരിയലാണ്. ഞാനും ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയം, പക്ഷേ സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട് ആ വെള്ളത്തിലൊക്കെ തുഴഞ്ഞു വരുന്നതും ആ ഒരു കോസ്റ്റ്യൂമും ആ ഒരു നാടൻ ടൈപ്പും ഒക്കെ ഭയങ്കര ഡെപ്തുള്ള, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭയങ്കര ഒരു ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കാറുണ്ടോ ചേച്ചി? ഇപ്പോഴും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എടുത്ത വഴിക്ക്, ഇന്നലെ ഒരു ഇനോഗ്രേഷനെ പോയപ്പോൾ പോലും അവിടുന്ന് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഫസ്റ്റ് വന്ന് പട്ടുസാരി താമര പട്ടുസാരി കല്യാണപ്പെണ്ണ്. ഇത് കുട്ടികളാണെങ്കിൽ ആ സമയത്ത് കുട്ടികൾ എന്ന് വെച്ചാൽ ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ അവര് വരെ പറയുന്നത് വീട്ടിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് സീരിയലാണ്. കാരണം കുട്ടികൾ വരെ, കാരണം അജയൻ കൂടെ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് അന്ന് കുട്ടിക്ക് അത് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്ന് ഈ പറഞ്ഞത് ക്രിഞ്ചായിട്ട് ഇപ്പൊ കുറെ സോഷ്യൽ മീഡിയ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സീരിയൽസ് ഒക്കെ കുത്തിപ്പൊക്കിയ സീരിയലായിരുന്നു. അപ്പൊ എനിക്ക് ചില ആൾക്കാരെ കഴിച്ചു ഇത് ശരിക്കും സാധിക്കും. ഞാൻ തന്നെ എവിടെ ആളിപ്പം ആകാശ് എന്ന പേര്. ശരിക്കും ആളിപ്പം ചെന്നൈയില് പാട്ടിലോട്ടാണ്. അന്നേ പാട്ട് തന്നെയായിരുന്നു മെയിൻ ആയിട്ട്. അപ്പം അങ്ങനത്തെ പാട്ട് പരിപാടികളൊക്കെ ആയിട്ട് ചെന്നൈ സെറ്റിൽഡ് ആണ്. എനിക്ക് തോന്നുന്നത് ആ താമര എന്നുള്ളൊരു ക്യാരക്ടർ അത്ര ആൾക്കാരിൽ എത്തിയതുകൊണ്ട് ചേച്ചിന്റെ പേഴ്സണൽ ക്യാരക്ടർ ആൾക്കാർ ഒന്ന് അങ്ങനെ തന്നെ വേണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ സമയത്തൊക്കെ ജീൻസ് ഒക്കെ ഇട്ട് പോകുമ്പോൾ തന്നെ പ്രശ്നമായിരുന്നു. കാരണം പട്ടുസാരി സാരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ അങ്ങനത്തെ കോസ്റ്റ്യൂം ആയിരുന്നു. തനി നാടൻ ക്യാരക്ടറാണ്. കുട്ടനാട്ടിലെ പട്ടുസാരി വീട്ടിൽ നടക്കുന്ന ഒരു തനി നാടൻ കുട്ടി. ചേച്ചി ശരിക്കും എവിടുന്ന് വരുന്നത്? ഞാൻ ശരിക്കും കോഴിക്കോടാണ്. അപ്പൊ ആ ക്യാരക്ടർ നാട്ടിൻപുറത്തുകാരിയാണെങ്കിലും വളരെ ബോൾഡ് ആയിട്ടുള്ള, സ്വന്തമായിട്ട് ഡിസിഷനുള്ള അഭിപ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു തരത്തിൽ അത്തരം ബോൾഡ്നെസ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ആ ഒരു ഭാഗം ശരിയാണ്. പക്ഷെ അല്ലാതെ ഒരുപാട് എനിക്ക് ആ സമയത്തൊക്കെ കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. ഈ ചില ആൾക്കാർ ഇതുപോലെ വയ്യാത്ത കുട്ടികളുടെ ആൾക്കാരൊക്കെ, കാരണം അവരത് കണ്ടിട്ട്, കാരണം പലപ്പോഴും പല ആൾക്കാർക്ക് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അതൊരു റിയാലിറ്റി ആണോ അത് ആക്ടിങ് ആണോ എന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർ, അപ്പൊ എനിക്ക് പലപ്പോഴും അതൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് അവരത് അത്രയും ജെന്യൂൻ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്കത് നോ പറയാ അല്ലെങ്കിൽ അങ്ങനെ അല്ലേ പറ്റുള്ളൂ. അപ്പൊ അത്തരം സംഭവങ്ങൾ ആൾക്കാരുടെ ഈ ഒരു ഇത് കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചു. ആ സമയത്ത് ശരിക്കും താമരയാണ് ഞാൻ എന്ന് ആൾക്കാരൊക്കെ ഉള്ളോട്ടൊക്കെ എടുത്തൊരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് താമര എന്നുള്ളൊരു ക്യാരക്ടറിന്. ഒരുപാട് എന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? കാഴ്ചയുടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അടൂർ ബാസി അവരുടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏതൊക്കെയോ. ഓക്കെ, ഈ ഒക്കെ ഒരു ഫീൽഡ് എന്ന് പറയും. ഷെഫ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് എങ്ങനെ എത്തിയത്? അത് ഞാൻ സിനിമയിൽ നിന്ന് മൊത്തത്തിനൊരു ബ്രേക്ക് എടുത്ത് മാറി ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് വന്നു. അതിന് ആ ലൈഫിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ മൊത്തം സിനിമ എല്ലാം ഈ ഒരു ഫീൽഡേ ഞാൻ മാറ്റിയായിരുന്നു. അങ്ങനെ മാറ്റി ഫുള്ളൊരു ബ്രേക്കായി വന്ന സമയത്താണ്
ആങ്കറിങ് പരിപാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആണ് എനിക്ക് ഈ ഒരു ഓഫർ വരുന്നത് ചാനലിൽ. കുക്കിംഗ് പാഷൻ എന്ന് വെച്ചാല് കുക്കിംഗ് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. കുക്ക് ചെയ്യുന്നത് കുറവാ, പക്ഷെ അച്ഛൻ വീട്ടിൽ നന്നായി കുക്ക് ചെയ്യും, ഒരു രക്ഷയില്ലാതെ കുക്ക് ചെയ്യും. ഏത് കൈൻഡ് ഓഫ് ഡിഷസ് ആണെങ്കിലും അച്ഛനെ അറിയാം. അപ്പൊ അത് കാരണം ഞങ്ങള് വീട്ടിൽ ഞാനും അതിനൊക്കെ വെച്ചാൽ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടം വളരെ കുറവാ. ബിക്കോസ് വീട്ടില് ഞങ്ങൾക്ക് ഡെയിലി ഒരു ദിവസം ചില്ലി ചിക്കൻ ആണെങ്കിൽ ഒരു ദിവസം ബട്ടർ ചിക്കൻ, ഒരു ദിവസം ജിഞ്ചർ ചിക്കൻ, ഒരു ദിവസം ചിക്കൻ്റെ ആൾക്കാരാണ് ഞങ്ങള്. പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് മടുക്കില്ല. കാരണം എല്ലാവരും ചിക്കൻ കഴിച്ചാൽ മടുക്കില്ല. കാരണം ഓരോ ദിവസം ഓരോ ടേസ്റ്റും വെറൈറ്റി ആണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് കാരണം അധികം കഴിക്കില്ല. അപ്പൊ ചിക്കൻ എന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഓരോ കിലോ വാങ്ങി ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുക. അതല്ല ഉദ്ദേശിച്ചത്. ആകെ ഒരു പീസോ 2 പീസോ കഴിക്കുന്നത്. അപ്പൊ അച്ഛൻ ഈ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെ പോർഷൻസ്, ഒരു ചില്ലി ചിക്കൻ ഒരു പോർഷൻ നമ്മൾ വാങ്ങിയ 4 കുഞ്ഞു പീസാണല്ലോ. അപ്പൊ ഞങ്ങൾ 4 പേരാണ്, ഓരോ പീസൊക്കെ ഒരാൾ കഴിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻ വെച്ചാണ് അച്ഛൻ ഉണ്ടാക്കുന്നത്. പക്ഷെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും ഫുഡ്. അപ്പൊ അത് കാരണം അപ്പൊ തൊട്ടേ എനിക്ക് അച്ഛന് എന്തെങ്കിലും അരിഞ്ഞു കൊടുക്കാനും കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഞാനാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് അങ്ങനത്തെ എനിക്ക് ക്ഷമ കൂടുതലായിട്ടുണ്ട്. ഇത്തരം കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ഇത് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടം ക്ലീനിങ് ആണ്. അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് അച്ഛനെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ തൊട്ടേ ഈ ഒരു പരിപാടി ഉണ്ട്. പിന്നെ കുറെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജോലിക്കായി എറണാകുളത്തൊക്കെ വന്നപ്പോൾ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നു തുടങ്ങി. പിന്നെ നമ്മൾ അങ്ങനെ വന്ന് കുക്കിംഗ് പഠിച്ചു. അപ്പം ഈ ഒരു കോള് വന്ന സമയമായപ്പോഴേക്കും എനിക്ക് കുക്കിംഗ് അത്യാവശ്യം അറിയാമായിരുന്നു. പക്ഷേ സാധാ കുക്കിംഗ് ഓരോ ദിവസം പുതിയ അത് അച്ഛന്റെ കഴിവാണ്. ലൈക്ക് ഞാനും അച്ഛനും തമ്മിലുള്ള ഒരു കോംബോ ആണ്. ലൈക്ക് അച്ഛൻ പറഞ്ഞു തരുന്ന സാധനം അച്ഛന്റെ വിശ്വാസമാണ്, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അവൾക്ക് മനസ്സിലാവും, അവൾ ഉണ്ടാക്കും. എന്റെ വിശ്വാസമാണ് അച്ഛൻ പറഞ്ഞു തരുന്ന കറക്റ്റ് ആയിരിക്കും, അത് കംപ്ലീറ്റ് റെസിപ്പീസ് അച്ഛന്റെ ഓൺ റെസിപ്പീസ്. അച്ഛനത് നിർബന്ധമാണ്. അമ്മ ഇടയ്ക്ക് മറ്റേ മനോരമയൊക്കെ എടുത്ത് പറയും ഇതിലൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറയും ഓൾറെഡി അതിൽ വന്നാൽ അതിന് എന്തിനാ ഉണ്ടാക്കുന്നത്, പുതിയതല്ലേ ആൾക്കാർക്ക്. അച്ഛൻ ഇരുന്ന് തല പുകഞ്ഞ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഷോയിൽ വരുന്നതിന് മുന്നേ ട്രയലൊക്കെ നോക്കിയിട്ടാണോ? വളരെ കുറവാണ് നോക്കുന്നത്. അതേ ഞാൻ പറഞ്ഞത്, അതൊരു വിശ്വാസമാണ്. കാരണം അച്ഛൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് എന്താ ഓർമ്മ വരുന്നറിയില്ല, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മരുമക്കൾ അമ്മനെ വിളിച്ച് ചോദിക്കത്തില്ലേ ഉപ്പിടട്ടെ? ഞാൻ അങ്ങനെ നോക്കുന്നത് കുറവാ. ചിലത് മാത്രം വളരെ റയറായിട്ട് ചിലത് ട്രൈ ചെയ്ത് നോക്കും. അച്ഛൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ സിനിമ സീരിയലിൽ നിന്ന് ഓടി നടക്കുന്നതിനിടയിൽ എനിക്ക് ഷോ വരുമ്പോൾ തലേ ദിവസം ഓക്കെ ഷോ ഉണ്ടല്ലേ, ഡ്രസ്സ് എടുക്കുന്നു പോകുന്നു ചെയ്യാന്നാണ്. പക്ഷെ അച്ഛൻ ഈ പറഞ്ഞാൽ അച്ഛന് ഉറപ്പ് വേണമല്ലോ. കാരണം നമ്മള് ക്യാബേജ് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇതൊന്നും ക്യാബേജ് പായസം അധികം ആൾക്കാരൊന്നും ഉണ്ടാക്കി, ക്യാബേജിന് പായസം ഉണ്ടാക്കാൻ എളുപ്പമുള്ള സംഭവമല്ല. അപ്പൊ പിന്നെ ഉണ്ണിപ്പിണ്ടി നമ്മുടെ ഇതില്ലേ വാഴയുടെ അത് വെച്ചിട്ടുള്ള പായസം, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സാധനങ്ങൾ എന്ന് വെച്ചാൽ എളുപ്പത്തിലല്ല, അപ്പൊ ഔട്ട് എങ്ങനെ വരുമെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അച്ഛനൊക്കെ വീട്ടിൽ കയ്യിൽ നിന്ന് പോയെന്ന് വെച്ചാൽ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈം ലിമിറ്റ്. കാരണം നമുക്ക് എപ്പോഴും ഒരു പുട്ടുപൊടിയുടെ സ്പോൺസേഴ്സ് വന്നപ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ കറക്റ്റ് അച്ഛനോട് 100 തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര സമയം കറക്റ്റ് ആയിട്ട് ഇത്ര സമയം ഇട്ട് വെച്ചാൽ മാത്രമേ അത് പൊങ്ങുള്ളൂ, എന്നാലേ കറക്റ്റ് അവളൊന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അവിടെ ടൈം ലിമിറ്റ് വെക്കുമ്പോൾ നമുക്ക് ആ ഷൂട്ട് പെട്ടെന്ന് തീർത്ത് പോകണം എന്നുള്ളതുകൊണ്ട് അധികം തന്നെ വെക്കാതെ വെച്ചപ്പോൾ നെയ്യപ്പെട്ടപ്പോൾ അത് മുഴുവൻ അവിടെ ഫുൾ സ്പ്രെഡായിട്ട് അങ്ങനെ തെറ്റുകൾ ഡെഫിനറ്റ്ലി നമ്മൾ തെറ്റുന്നാണല്ലോ പഠിക്കുക. അത് പിന്നെ ഞങ്ങൾ നേരെയാക്കാൻ വേണ്ടി എടുത്ത സമയം ആയപ്പോഴത്തേക്ക് നന്നായി പൊങ്ങി വന്നു. അപ്പോൾ കറക്റ്റായി. ഓക്കെ. ആൻഡ് ഇതൊന്നല്ല HR ആണ്, MBA ആണ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ കുറേ ഉണ്ട്. ഒരു 6 ഞാൻ കൗണ്ട് ചെയ്തിട്ട് തീരുന്നില്ല, 7-8 ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് റാങ്ക് ചെയ്യാൻ പറ്റുമോ ചേച്ചിക്ക്? ചേച്ചിയുടെ ഒരു പേഴ്സണൽ ഇഷ്ടം അനുസരിച്ചിട്ട് ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഒന്ന് കുക്കിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതായത് കുക്ക് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ആളുകൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സൈക്കോളജിയാണ്. കാരണം എനിക്ക് ആളുകളെ കേൾക്കാൻ ഇഷ്ടമാണ്. ആൾക്കാർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റീസിനെ മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാവോ? അങ്ങനെ നോക്കിയാൽ മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും മറച്ചു വെച്ച് ഞാൻ ചോദിക്കാൻ പോവാറില്ല. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വെച്ചാൽ അവർക്കായിട്ട് നമ്മളെപ്പോഴും ഒരാൾ മനസ്സെന്ന് വെച്ചാൽ അവരായിട്ട് മനസ്സ് തുറന്ന് നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ അവർക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റൂ. നമ്മൾ പോയി ചോദിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് മാത്രമേ ആൾക്കാർ പറയുള്ളൂ. കാരണം അവർക്കത് വേറെ ആളുടെ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിക്കോണം. ഞാൻ അത് പഠിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്തും സുഖമാണോ, നോർമലി നമ്മൾ ഓക്കെ ഫൈൻ സുഖമാണോ എന്ന് ചോദിക്കുന്നല്ലാതെ വീട്ടിലെന്താ വിശേഷം അല്ലെങ്കിൽ കൂടുതൽ അവരെ പറ്റി ഭർത്താവിന് എന്ത് പറയുന്നു അങ്ങനെയൊന്നും ഞാൻ ചോദിക്കില്ല. ബിക്കോസ് അവർക്ക് മാത്രമേ അറിയുള്ളൂ അവരുടെ വീട്ടിൽ എന്താ പ്രശ്നം കുഴപ്പമില്ല. ചിലപ്പം അവർ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടായിരിക്കും പുറത്തോട്ട് വരുന്നതും സംസാരിക്കുന്നതും. അവർക്ക് ആ ടോപ്പിക്കേ ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അവിടെയും നമ്മൾ പോയിട്ട് അവരുടെ പോയിട്ട് സെയിം സാധനം. ചില ആൾക്കാർ നമ്മൾ ചോദിക്കും അയ്യോ മെലിഞ്ഞു പോയല്ലോ, ആ കുട്ടി ശരിക്കും മെലിഞ്ഞു പോയി എന്നുള്ളതിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന കുട്ടിയായിരിക്കും.
അവിടെ നമ്മൾ പോയിട്ട് അയ്യോ മെലിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ആ കുട്ടിക്ക് അവിടെ എൻ്റെ ഈശ്വര ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നായിരിക്കും മനസ്സിലുണ്ടാവുക അല്ലേ. അപ്പോൾ മാക്സിമം ഞാൻ അങ്ങനത്തെ ഒരു ടോപ്പിക്കും ഒരാളുടെ കാര്യം ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഇടപെടാൻ പോകാറില്ല. അത് ഇത് പഠിച്ചതിന് ശേഷമാണ് കൂടുതൽ, പണ്ടേ ഇല്ല, പക്ഷെ ഇത് പഠിച്ചതിന് ശേഷം ഞാൻ തീരെ പരിപാടി മൊത്തം ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ പോലും വേറൊരു വാക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇപ്പം നമുക്കറിയാം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ല എന്നല്ല പറയുന്നത്, ചില സിറ്റുവേഷനിൽ നമ്മൾ കയ്യിൽ നിന്നൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും. എന്നാൽ ഒരു സമയം അപ്പം തന്നെ ഞാൻ വേഗം അത് മാറ്റി ഞാൻ പറയും, ഇങ്ങനെ അതുകൊണ്ട് പറ്റിപ്പോയതാണ്, ഒന്ന് വിചാരിക്കരുത്, ആ ഒരു സ്ട്രഗിൾ ഞാൻ പറഞ്ഞു പോയതാണ്. അത് എല്ലാ മനുഷ്യന്മാർക്കും, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പം അങ്ങനത്തെ സംഭവം ഉണ്ടാവും. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം ഭയങ്കര കോൺഷ്യസ് ആണ്. ചോദ്യം പറഞ്ഞു സൈക്കോളജി ആയിരുന്നു, പിന്നെ അതാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ഡെഫിനറ്റ്ലി MBA ഞാൻ പഠിച്ചത്, MBA പഠിച്ചതുകൊണ്ടാണ്, MBA HR ചെയ്തത്. അത് ചെയ്തതുകൊണ്ടാണ് ഞാൻ സൈക്കോളജി എടുക്കാൻ കാരണം. HR ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറിയപ്പം ജോലി വിട്ടപ്പം ഇൻ കേസ് സിനിമ നമ്മൾ ഈ നിൽക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലൈഫ് ലോങ് ഉള്ള ഫീൽഡ് അല്ല എന്ന് എനിക്ക് നന്നായി. ഇത് ഗ്ലാമറസ് ഇൻഡസ്ട്രി, ഒന്നെങ്കിൽ ഗ്ലാമർ പോകുന്നവരെ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചൂടുവെള്ളം നമ്മുടെ മുഖത്തോട്ട് വീണ് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. കാരണം ആ ഫേസ് ആണല്ലേ, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒന്നുമില്ല, ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ തലയിൽ എന്തെങ്കിലും വരച്ചാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഒരു പണിയില്ല, നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ ജോലി എന്ന് പറയുന്നത്, നമ്മുടെ കരിയർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ലൈഫ് ലോങ് നമ്മുടെ കൂടെയുള്ള സാധനമാണ്. പഠിക്കണം, അതായത് ഡിഗ്രി എടുക്കണം എന്ന സമയത്ത് എനിക്ക് ഈ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ ഒരു മെന്റാലിറ്റിയാണ്, ടീനേജ് മെന്റാലിറ്റി ആണല്ലോ. അന്ന് അച്ഛനാണ് എന്നത് പഠിപ്പിച്ചത്, നിനക്ക് എന്തായാലും ഒരു ഡിഗ്രി എന്തായാലും വേണം, അത് കഴിഞ്ഞ് നീ എന്താന്ന് വെച്ചാൽ ചെയ്തു എന്നുള്ളത്. ഡിഗ്രി എടുത്തപ്പോൾ എനിക്ക് വാശിയായി MBA എന്തായാലും എടുക്കണം. അങ്ങനെ MBA HR എടുത്ത് വർക്ക് ചെയ്തത് ഞാൻ HR ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഓഫീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ആണ് ഞാൻ മറ്റേ ഏവിയേഷൻ കരിയർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അവിടെ പോയപ്പോഴാണ് എനിക്ക് കുറേ ഈ പറഞ്ഞ പോലെ ഞാൻ ആളുകളെ ഫേസ് ചെയ്യാൻ പഠിച്ചത്. അതുവരെ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ആളായിരുന്നു. എപ്പോഴും മാക്സിമം റൂമിലിരിക്കുക, ആളുകളെ ആരും കാണാതിരിക്കുക. എനിക്ക് ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. പുറത്തോട്ട് പോവുക, ആൾക്കാരെ കാണുന്നൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ മാറിയത് എന്നെ ഈ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ അമ്മ കോയമ്പത്തൂർ കൊണ്ടുപോയി ചേർത്തു. കാരണം അപ്പോൾ ഹോസ്റ്റൽ ലൈഫാണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിയല്ലോ, പിന്നെ അവിടെ എങ്ങനെ സർവൈവ് ചെയ്യാന്ന്. അപ്പോൾ അവിടുത്തെ എൻ്റെ ഒരു റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു, ഒരു നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അർച്ചന, അപർണ, പ്രിയങ്ക, ആയിഷ, റെജി എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഇവർ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊള്ളി ലൈഫാണ്. ഇപ്പോഴും അവരെൻ്റെ ഫ്രണ്ട്സാണ്. യാമിനി, ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും ഇൻ ടച്ചിലുള്ള ആൾക്കാരാണ്. ഒരുപാട് പേര് ദുബായിലാണ്, എറണാകുളത്തൊക്കെ ഉണ്ട്. അപ്പം വരുമ്പോൾ കാണുക, സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ ലൈഫ് ഞങ്ങൾ 24 hours ഇരുന്ന് കാണാണല്ലോ, എല്ലാ കാര്യം അറിയാം. അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ആക്ച്വൽ സ്വഭാവം നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല. നമ്മൾ ബിഗ് ബോസ് പോലെയാണ്. നമുക്ക് നമ്മുടെ ഒരു കാര്യവും നമുക്ക് പറയാതിരിക്കാനോ അല്ലെങ്കിൽ മൂടി വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ, നമുക്ക് ഒരു സീക്രസി കീപ്പ് ചെയ്യാൻ തീരെ പറ്റില്ല ഹോസ്റ്റൽ ലൈഫ്. എന്റെ ലൈഫിൽ മൊത്തത്തിൽ നല്ല മാറ്റം അവിടുന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാറ്റങ്ങൾ റെഡി. അപ്പം ചേച്ചി, ഇത്രയും പ്രൊഫഷൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ഒരു സെഗ്മെന്റിലേക്ക് പോകാം. പ്രൊഫഷൻ മിക്സ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇപ്പം ഷെഫാണ്, ആക്ട്രസ് ആണ്, അപ്പൊ ഇതെല്ലാം കൂടെ ഇതാക്കിയിട്ട് ഒരു ഉരുളക്ക് ഉപ്പേര് പോലെ വേണം. ഉരുളക്ക് ഉപ്പേര് റൗണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയണ്ട, ആലോചിച്ച് തന്നാൽ. ഓക്കെ, ഇപ്പൊ സാധിക ചേച്ചിയുടെ ലൈഫ് ഒരു ഡിഷ് ആണെങ്കിൽ ആ ഡിഷിന്റെ ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് എന്തായിരിക്കും? ലൈക്ക് സ്പൈസി ആണോ, സ്വീറ്റ് ആണോ, ഓർ അണ്ടർ കുക്ക്ഡ് ആണോ? അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ എപ്പോഴും ഒരു ഡിഷ് ചോദിച്ചാൽ ഞാൻ എപ്പോഴും അവിയൽ എന്ന് പറയും. ബിക്കോസ് ഇറ്റ്സ് അവിയൽ പരുവം, പല കൈൻഡ് ഓഫ് സംഭവങ്ങൾ അതിലുണ്ട്. സ്വീറ്റ് ആൻഡ് സ്പൈസി എന്നൊക്കെ വെച്ചാൽ മിക്സ് ആണത്. അണ്ടർ കുക്ക്ഡ് വേണമെങ്കിൽ നമുക്ക് പറയാം, ബിക്കോസ് നമ്മൾ എപ്പോഴും ഇത് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഞാനത് ഓൺ ഡെയിലി ബേസിസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരിക്കലും കംപ്ലീറ്റ് ഫൈനൽ സ്വീറ്റ്നെസ് എനിക്ക് ഇഷ്ടം അതായതുകൊണ്ട് ഞാൻ സ്വീറ്റിൽ പോകും. പക്ഷേ ചേച്ചിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മൊത്തം ഞാൻ കമന്റ് സെക്ഷൻ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ഫുൾ സ്പൈസി ഹോട്ട് സാധനം മാത്രമേ വരുന്നുള്ളൂ. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ചേച്ചിന്റെ സാരിന്റെ അംബാസിഡർ ആയിട്ടാണ് കമന്റ് ബോക്സിൽ എല്ലാവരും പറഞ്ഞേക്കുന്നത്. സാരി എടുത്ത ബ്യൂട്ടിഫുൾ. 90% കോമന്റ്സും ഭയങ്കര രസമാണ്. ബട്ട് അതിൽ 1% മാത്രം ഭയങ്കര റീസെന്റ് ആയിട്ടിട്ട് റീലിൽ പോലും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് അത്രയും
സെക്ഷലി മോശമായിട്ടാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കമന്റ് ബോക്സ് ഒക്കെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ ചേച്ചി അപ്പൊ ഇങ്ങനത്തെ കോമന്റ്സ് കാണും? എനിക്കൊന്ന് ലാസ്റ്റ് റീലിൽ കമന്റ് ബോക്സ് ലിമിറ്റ് ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നു. അത് കാരണമാണ് അത് അത്രയും ബഹളം നടക്കുന്നത്. അല്ല, അത് ഞാൻ പോസ്റ്റ് ചെയ്തതല്ല, വേറെ ആൾക്കാർ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് മാത്രം, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം എന്നെ അങ്ങനെ ഞാൻ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറെ ആൾക്കാർ പോസ്റ്റ് ചെയ്ത് ഞാൻ അതിന് കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് അതിൽ എന്ത് കമന്റ് ഇടാൻ പറ്റും. അത് കാരണമാണ് ആദ്യം വലിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ അത് ശീലമായി തുടങ്ങി. അപ്പം ഞാൻ പിന്നെ അധികം കണ്ട് അങ്ങനെ വിടാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് എത്തുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ ഞാൻ വെറുതെ അവർക്ക് എന്നാലോചിച്ച എന്റെ ലൈഫ് എന്തിനാ ഞാൻ എന്റെ ഒരു ടൈം എന്തിനാ വേസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ച് അങ്ങനെ വിടുകയും ചെയ്യും. ഓക്കെ, അതേപോലെ ഇനാഗ്രേഷൻസിനൊക്കെ പോകുമ്പോഴായാലും മീഡിയന്റെ പ്രസൻസ് ചേച്ചിനെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്? അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് അറിയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അതോ ഒരു മോശമായ നമുക്ക് മീഡിയ എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അവർ വരുന്നതും. പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അതിലോട്ട് കയറുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഐ ഗസ്. അത് ഏത് മീഡിയ, അത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. അത് അവരവർക്ക് തോന്നേണ്ട എത്തിക്സും അവരവർക്ക് തോന്നേണ്ട മര്യാദ എന്ന് പറയുന്ന ഒരു ലൈനാണത്. ആ ലൈൻ ക്രോസ് ചെയ്യാൻ അത് ക്രോസ് ചെയ്യേണ്ട ആവശ്യം ഞങ്ങളില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ഇരുന്ന് സ്പൂൺ ഫീഡ് ചെയ്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തത് അവർക്കൊരു കണ്ടന്റാണ്. അപ്പൊ അതോടെ നമ്മൾക്ക് മിണ്ടാതിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു പാവകളാണ്. അതിനൊരു സൊല്യൂഷൻ അവരാണ് അത് മനസ്സിലാക്കിയിട്ട്. കാരണം അവർക്കും വീട്ടില് അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. അപ്പം അവരുടെ അടുത്തേക്ക് ഒരാൾ ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും, അവരുടെ മുന്നിൽ പോയിട്ട് ഒരാൾ ക്യാമറ ഇങ്ങനെ വെച്ചാൽ അവർക്ക് എങ്ങനെ എഫക്ട് ചെയ്യും, അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ എനിക്കും എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അനിയനുണ്ട്, അതേപോലെ തന്നെയാണ് അവർക്ക് അവരുടെ അമ്മയും പെങ്ങന്മാരും ഉള്ളത്. അപ്പൊ എൻ്റെ അച്ഛനും അനിയനും അവർക്ക് അധികം ഫീൽ ചെയ്യില്ലായിരിക്കും, ബിക്കോസ് അവർ ഇത് യൂസ്ഡ് ആണ്, അവർ ഇൻഡസ്ട്രി പണ്ടോട്ട് അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ അല്ലാത്ത കുട്ടികളുണ്ട് അല്ലെ, ഒരു ഇതുമില്ല. ആ കുട്ടിയുടെ കരിയർ ഈ സാധനം കാണുമ്പോൾ ചിലപ്പോൾ തീർന്നു പോകും. കാരണം ഇത്രയും സാധനങ്ങൾ കമന്റ്സ് ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അവരുടെ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അത് വരുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ കരിയർ അത് കയറി വരുന്ന ഒരു ബഡ്ഡിങ് ആക്ടർ ആയിരിക്കും, അത് അവിടെ തീരും. വീട്ടുകാരും പറയും ഇങ്ങനെയാണെങ്കിൽ ഇനി പോണ്ടാട്ടോ, നിർത്തിയേക്ക് ഇതോടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സമ്മതിപ്പിച്ചെടുത്തിട്ടായിരിക്കും ഇവിടെ അവർ എത്തിയിട്ടുണ്ടാവുക. അത് അതോടുകൂടെ തീരും. അപ്പം നമുക്ക് ഒരു റൂമിലിരുന്ന് കമന്റ് ബോക്സ് നിറയ്ക്കാൻ ഒരു പണിയില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ ഈസിയാണ്. പക്ഷെ അത് ആൾക്കാർ അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു? ആസ് എ സൈക്കോളജിസ്റ്റ് ഇതൊരു മാനസിക രോഗമായിട്ട് തോന്നുന്നുണ്ട് ഈ കമന്റ് ഒക്കെ എങ്ങനെ ഇടുന്നത്? അറ്റൻഷൻ സീക്കിങ് അങ്ങനെ പറയാം അതിന്. കാരണം മാനസിക രോഗം എന്ന് പറയാൻ പറ്റില്ല. മാനസിക രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മെന്റൽ ഡിസോർഡേഴ്സ് ആണല്ലോ, അതൊരു പ്രശ്നം. ഇത് അറ്റൻഷൻ സീക്കിങ് എന്ന് പറയുന്നത് മെന്റൽ ഡിസോർഡർ അല്ല. അത് നമ്മളിപ്പോ ഞാനൊരു കാര്യം ചെയ്യുന്നു, എനിക്കറിയാം ഞാൻ ചെയ്യുന്നുണ്ട് അല്ലേ, അത് എന്റെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലേ, അതാണ്. അപ്പൊ അത് ബാക്കി ആൾക്കാർ, അത് ഞാൻ എന്റെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നല്ല, എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ എന്നെ ആൾക്കാരൊക്കെ നോട്ട് ചെയ്തല്ലോ, അതാണ്. അതൊരു മനസ്സുഖമാണ്. ഓക്കെ, നെക്സ്റ്റ്. പാസ്റ്റ് റിലേഷൻഷിപ്പ് ഒരു ഡെസേർട്ട് ആണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒരു ബിറ്റർ ചോക്ലേറ്റ് ആണ്, ഒരു ഡാർക്ക് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഒരു മെൽറ്റിംഗ് ഐസ്ക്രീം ആണ്, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിപ്പോയ ഒരു പുഡിംഗ് ആണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എങ്ങനെയായിരുന്നു അത് ടേസ്റ്റ് ചെയ്തത്? എന്തൊക്കെയാണ്? ഒരു ബിറ്റർ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്, അല്ലെങ്കിൽ മെൽറ്റ് ആയിപ്പോ ഒരു ഐസ്ക്രീം, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിപ്പോ ഒരു പുഡിംഗ്. മെൽറ്റഡ് ഐസ്ക്രീം, കാരണം മെൽറ്റ് ആയാലും നമുക്ക് കഴിക്കാം അല്ലേ. സോ അതാവാം. കാരണം എന്ന് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ആണ്. ഞാനത് എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ഐസ്ക്രീം നമ്മളെ മെൽറ്റ് ആയി പോയി. സോ നമ്മൾ അത് നെക്സ്റ്റ് ടൈം നമ്മളത് കഴിക്കുമ്പോൾ മെൽറ്റ് ആവുന്നതിന് മുന്നേ കഴിക്കാൻ വേണ്ടി നോക്കും. സോ ഡെഫിനറ്റ്ലി ഐ ഗോ ഫോർ ദാറ്റ്. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. സാധികയുടെ കോൺഫിഡൻസ് ഒരു കിച്ചൺ ടൂൾ ആണെങ്കിൽ അത് എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ മൂർച്ചയുള്ള കത്തിയാവാം, ചെരവയാകാം, അല്ലെങ്കിൽ വെട്ടോത്തിയാവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്പാക്ടുല, ഫോക്ക്, എനിത്തിങ്. ഇറ്റ്സ് എ നൈഫ്. ഒറ്റ വെട്ടിന് തീരുന്ന അത് എനിക്ക് ആ കോൺഫിഡൻസ് എപ്പോഴും, മേ ബി ഓവർ കോൺഫിഡൻസ് ഒക്കെ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ പറയാം. പക്ഷെ ചില കാര്യങ്ങൾക്ക് എനിക്ക് എൻ്റെ കാര്യത്തിൽ എപ്പോഴും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഇതാണ് എന്നുള്ളത്. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് ആവശ്യമാണ് ആക്ച്വലി, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമാണ്.
അതുപോലെ ചേച്ചി ഒരു 30+ലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു കോൺഫിഡൻസിൽ എവിടെയെങ്കിലും ഒരു കോംപ്ലക്സ് നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റ് വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് ലുലു ഫാഷൻ വീക്കിലൊക്കെ സ്റ്റൈലായിട്ട് റാമ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ആ ടൈമിലൊക്കെ ആ ഒരു ഏജ് കൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പം 20s-ലും ടീൻസൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ കൂടെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് വരിക എന്നുള്ളത് എന്തൊക്കെ ചാലഞ്ചസ് ചേച്ചി അതിൽ ഫേസ് ചെയ്യുന്നുണ്ട്? അത് എനിക്ക് ചാലഞ്ചായിട്ട് തോന്നിയിട്ടേ ഇല്ല, ഒരിക്കലും ഒരു പോയിന്റിലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മനുഷ്യേച്ചി പറഞ്ഞ പോലെ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം 30s-ലാണ് പോകുന്നത്. 37 ആക്ച്വലി, ഐ എം 37 നൗ. ഇപ്പം ഏപ്രിലിൽ അപ്പോൾ 37 ഇയേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും ഈ ഒരു ഏജ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ട് 37 ആയി, ഓൾമോസ്റ്റ് 40 ആയി. അപ്പോൾ ആ ഏജിൽ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയൊരു കാര്യമാണ്. കാരണം ബാക്കി പല ആൾക്കാരും ഇപ്പം നമ്മൾ നോക്കുമ്പം ഇപ്പം ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ടീമിലുള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലേ, ഞാൻ കഴിഞ്ഞ തവണ ദുബായി പോയപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്, കോളേജിലുള്ള പോലെ തന്നെ ഉണ്ടല്ലോ. കാരണം എല്ലാ ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരെല്ലാ ആൾക്കാരും ഈ പറഞ്ഞ പോലെ ആ ഒരു വൈബും ആ ഒരു അതേ പാഷനും എല്ലാമായിട്ട് അതേ ഒരു ബബ്ലി ആയിട്ട് പോകുന്ന ആൾക്കാർ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മേ ബി നമ്മളൊക്കെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അധികം ആളുകളുടെ കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യാതെ അങ്ങനെ പോകുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ഇപ്പോഴും അങ്ങനെ നിൽക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു ലൈഫൊക്കെ വേണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ ചേച്ചി? ഒരു മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എനിക്ക് ഒരു ലൈഫ് വേണം. ലൈഫ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഡെഫിനറ്റ്ലി എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതില്ലാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി, ഞാൻ എപ്പോഴും എനിക്കൊരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. പിന്നെ അതങ്ങനെ വന്ന് ഭവിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും നമ്മുടെ സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരാൾ ഉണ്ടാവും കൂടെ. അപ്പം അങ്ങനെ എൻ്റെ ലൈഫിലും അങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അതാണ് നമുക്ക്. അപ്പം അതിനി എങ്ങനെ പോകും എന്താന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക്. അപ്പോൾ ഇത്ര നേരം കൊണ്ട് ഓവറോൾ ഒരു സാധിക സിനിമ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത്ര ഒരു ചേച്ചി. അപ്പോൾ മൂവി അബൌട്ട് തഗ് ഈ ജൂൺ 6th ആളുകളിലേക്ക് എത്താണ്. കുറച്ച് എനിക്കൊന്ന് മോൺസ്റ്ററിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 1-2 ഇയേഴ്സിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ വരുന്നത്. ഞാനും കൂടെ ഭാഗമായ സിനിമ. അപ്പം ജൂൺ 6th നിങ്ങൾ എല്ലാവരും സപ്പോർട്ടിനാന്ന് വിചാരിക്കുന്നു. ചെറിയൊരു സിനിമ, ഒരു ഫാമിലിയുടെ കയ്യിൽ നിന്ന് ഒരു ഫാമിലിക്ക് തരുന്ന സിനിമയായിട്ട് കണ്ടാൽ മതി. അപ്പം നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് തഗിനെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ തന്നെ പോയി ജൂൺ 6th തഗ് കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഒരു കുഞ്ഞു സിനിമയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ചേച്ചി. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് വരാം. സോ ടിൽ ദെൻ ബൈ.